22.2 ബില്യൺ ഡോളർ, അതായത് ഏകദേശം 2 ലക്ഷം കോടിയിലധികം രൂപ. കഴിഞ്ഞ 3 മാസത്തിനിടെ വിദേശ നിക്ഷേപകർ നമ്മുടെ ഓഹരി വിപണിയിൽ നിന്നും പിൻവലിച്ച തുകയാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ വർഷം ആകെ വിദേശ നിക്ഷേപകർ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനേക്കാൾ വലിയൊരു തുകയാണ് ഈ 3 മാസം കൊണ്ട് മാത്രം പുറത്തേക്ക് പോയത്. സാധാരണ ഇങ്ങനെ ഒരു വൻതോതിലുള്ള വിൽപ്പന നടക്കുമ്പോൾ വിപണി തകർന്നടിയേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,719 സെൻസസ് 75,415. നേരിയ തോതിലാണെങ്കിലും പച്ചകത്തിയാണ് വിപണിയിൽ വ്യാപാരം അവസാനിച്ചത്. വൻതോതിൽ വിദേശികൾ വിൽക്കുന്നു, എന്നിട്ടും വിപണി വീഴാതെ പിടിച്ചു നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയൊരു അടിയൊഴുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9:15 വിപണി വീണ്ടും തുറക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഇതൊക്കെ വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ വാരം ഓഹരി വിപണിയിലൂടെ കടന്നുപോയ ഒരാൾക്കറിയാം, ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. നിഫ്റ്റി അതിന്റെ 23,850 മുതൽ 24,000 വരെയുള്ള മേഖലകളിൽ കടുത്ത പ്രതിരോധം നേരിടുന്നുണ്ട്. മുകളിലേക്ക് കയറാൻ സമ്മതിക്കാതെ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ. പക്ഷേ താഴേക്ക് പോകുമ്പോൾ കൃത്യമായ ഒരു താങ്ങും കിട്ടുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥയൊന്ന് നോക്കണം. കഴിഞ്ഞ വാരം 54,055 ക്ലോസ് ചെയ്തത്. RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നിൽക്കുന്നത് 45.87. ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ബാങ്കിംഗ് സൂചികയിൽ മൊമെന്റം ഇപ്പോഴും ഒരല്പം ദുർബലമാണ്. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു വശത്ത് വിദേശ നിക്ഷേപകർ പ്രതിദിനം ശരാശരി 1,800 മുതൽ 2,200 കോടി രൂപയുടെ വരെ ഷെയറുകൾ വിറ്റഴിക്കുന്നു. മെയ് 21, 22 തീയതികളിലെ താൽക്കാലിക കണക്കുകൾ നോക്കിയാൽ ഇതാണ് അവസ്ഥയെന്ന് NSE ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ വിപണിയെ താങ്ങി നിർത്തുന്നത്? നമ്മൾ തന്നെയാണ്, അതായത് നമ്മുടെ ആഭ്യന്തര നിക്ഷേപകർ. പ്രതിദിനം ശരാശരി 2,000 കോടി രൂപയിലധികം രൂപയുടെ അറ്റവാങ്ങൽ നടത്തി DIAകൾ വിപണി വീഴാതെ കാക്കുന്നു. ഒരു വശത്ത് വൻതോതിൽ ചോർച്ച വരുന്നു, മറുവശത്ത് നമ്മൾ ബക്കറ്റ് വെച്ച് വെള്ളം കോരി നിറയ്ക്കുന്ന അവസ്ഥ. ഇനി വരാൻ പോകുന്ന വാരത്തിൽ വിപണിയുടെ ഗതി മാറ്റാൻ പോകുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട്. അത് വെറുതെ ഊഹങ്ങളല്ല, കൃത്യമായ കണക്കുകളാണ്. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാഹചര്യങ്ങളൊന്നും നോക്കണം. US ഇറാൻ സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള സൂചനകളും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ പ്രകടമായ നേരിയ അയവും വിപണിയിലെ ഭീതി ഒരല്പം കുറച്ചിട്ടുണ്ട്. ഞായറാഴ്ചയിലെ ട്രെൻഡ് അനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി വിരൽ ചൂണ്ടുന്നത് തിങ്കളാഴ്ച ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നേരിയ പോസിറ്റീവ് ഓപ്പണിംഗിലേക്കാണ്. അതുപോലെ മറ്റൊരു സുപ്രധാന ഘടകം ക്രൂഡ് ഓയിൽ വിലയാണ്. മിഡിൽ ഈസ്റ്റ് ചർച്ചകൾ കാരണം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ടെങ്കിലും ബ്രെന്റ് ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഉയർന്ന നിരക്കിൽ തന്നെയാണ്. നമ്മളെപ്പോലെ ആവശ്യത്തിനുള്ള ഓയിലിന്റെ 80% വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഈ എണ്ണവില വലിയൊരു തലവേദനയാണ്. എണ്ണവില കൂടുമ്പോൾ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ പണം പുറത്തേക്ക് പോകും. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് വശവുമുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം 6.295 ബില്യൺ ഡോളർ വർദ്ധിച്ച് ചരിത്രപരമായ 697 ബില്യൺ ഡോളർ എത്തി നിൽക്കുന്നു എന്ന് RBIയുടെ ഏറ്റവും പുതിയ ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വല്ലാതെ ഇടിയുമ്പോൾ ഈ പണമെടുത്ത് വിപണിയിലിടാൻ RBIക്ക് സാധിക്കും. വൊളാറ്റിലിറ്റി നേരിടുന്ന രൂപയ്ക്ക് ഇതൊരു വലിയ ഇൻഷുറൻസ് തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെബിയുടെ ചില പുതിയ പരിഷ്കാരങ്ങളാണ്. മെയ് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ, വിദേശ നിക്ഷേപകരുടെ രജിസ്ട്രേഷൻ, ഇൻവിറ്റുകൾ കൂടാതെ അധിഷ്ഠിത മാർക്കറ്റ് നിരീക്ഷണം എന്നിവയിൽ സെബി പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് വളരെ സൂക്ഷ്മതയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഈ നിയമങ്ങൾ അവരുടെ വരും ദിവസങ്ങളിലെ വലിയ നിക്ഷേപങ്ങളെയും സ്വാധീനിച്ചേക്കാം. ടെക്നിക്കൽ ലെവലുകളിലേക്ക് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ വിശകലന പ്രകാരം നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് 23,550 രണ്ടാമത്തെ സപ്പോർട്ട് 23,300 മുകളിലേക്ക് കയറണമെങ്കിൽ 23,850, അതിനുശേഷം 24,200 എന്നീ റെസിസ്റ്റന്റ് ലെവലുകൾ ഭേദിക്കേണ്ടതുണ്ട്. വിപണി അതിന്റെ 10 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജിന് മുകളിലാണ്. എന്നാൽ 20-50 ദിവസത്തെ EMI നിലവാരങ്ങൾക്ക് സമീപം ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ആഴ്ചയിലെ RSI 42.69. ഇതിനർത്ഥം വിപണി പൂർണ്ണമായും ഒരു കാളക്കുതിപ്പിലേക്ക് മാറിയിട്ടില്ല എന്നാണ്. ഒരു സൈഡ് വേസ് ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 23,550 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം വിപണി ചെറുതായി താഴേക്ക് വരുമ്പോൾ താല്പര്യമുള്ള ഓഹരികൾ വാങ്ങുക എന്ന ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിയാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമെടുത്താൽ ചോയ്സ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 53,500 52,800 ശക്തമായ സപ്പോർട്ടുകളാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ 54,200 എന്ന കടമ്പ വോളിയം പിന്തുണയോടെ ബാങ്ക് നിഫ്റ്റി മറികടക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കളി തോൽക്കുന്നത് ഇവിടെയാണ്. വിപണി മൊത്തത്തിൽ വലിയ ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് കരുതി നമ്മൾ പല നല്ല ഓഹരികളെയും കാണാതെ പോകും.
കഴിഞ്ഞ വാരം മാത്രം IT സെക്ടർ 8% ഉയർന്നത്. വിപ്രോയും കോഫറേജും ഒക്കെ വലിയ മുന്നേറ്റവും നടത്തി. അതുപോലെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയൊരു വാർത്തയും വന്നിട്ടുണ്ട്. അഹമ്മദാബാദ് ധോലര സെമി ഹൈസ്പീഡ് റെയിൽവേ കോറിഡോറിനായി കേന്ദ്ര സർക്കാർ 20,667 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിർമ്മാണ കമ്പനികൾക്കും ക്യാപിറ്റൽ ഗുഡ് സെക്ടറിനും വരും വാരങ്ങളിൽ ഇതൊരു വലിയ ഊർജ്ജമാകും. വരും വാരങ്ങളിലേക്ക് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ചില ഓഹരികൾ തങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. ചോയ്സ് ബ്രോക്കിംഗ് ICICI ബാങ്ക് 1180 മുതൽ 1200 രൂപ നിലവാരത്തിൽ നിന്ന് 1350 എന്ന ടാർഗറ്റോടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് വ്യക്തമാക്കുന്നു. സ്റ്റോപ്പ് ലോസ് 1140. ജിയോജിത് ഇൻവെസ്റ്റ്മെന്റ് വിപ്രോ വാച്ച് ലിസ്റ്റിലേക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. ടാർഗറ്റ് 450. IT മേഖലയിലെ റിക്കവറിയാണ് ഇതിന് കാരണം. കഴിഞ്ഞ വാരം 8% ഉയർന്ന കോഫറേജ് ഓഹരി ഘട്ടങ്ങളായി പഠനവിധേയമാക്കാമെന്ന് യൂണിവെസ്റ്റ് വ്യക്തമാക്കുന്നു. അതേസമയം സാമ്പത്തിക ഫലങ്ങൾ പ്രതീക്ഷിക്കൊത്ത് ഉയരാതിരുന്നാൽ സൺഫാർമ പോലുള്ള ഓഹരികളിൽ ഒരൽപ്പം ജാഗ്രത വേണമെന്നും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ റീറ്റെയിൽ നിക്ഷേപകർ ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? വിപണി ഇപ്പോൾ ഒരു ദിശയില്ലാതെ നിൽക്കുന്ന കൺസോൾട്ടേഷൻ ഘട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വലിയൊരു തുക ഒരൊറ്റ പേയ്മെന്റായി മാർക്കറ്റിലേക്ക് എടുത്ത് ചാടി നിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യുന്ന ആളാണെങ്കിൽ യാതൊരു ആശങ്കയും കൂടാതെ അത് തുടരുക. കാരണം വിപണി താഴേക്ക് വരുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്നാണ് ഇതിനെ പറയുക. ഈ ഉയർന്ന വൊളാറ്റിലിറ്റി ഉള്ള സമയത്ത് കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇൻട്രാഡേ ട്രേഡിംഗും ഓപ്ഷൻ ട്രേഡിംഗും ചെയ്യാതിരിക്കുക. വിദേശ നിക്ഷേപകരുടെ വൻതോതിലുള്ള വിൽപ്പന എപ്പോൾ നിൽക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിപണിയുടെ അടുത്ത കുതിപ്പ്. വരും വാരത്തിൽ വിപണി 23,550-നും 24,000-നും ഇടയിൽ കൺസോൾട്ടേഷൻ തുടരാനാണ് സാധ്യത. ഈ നമ്പറുകൾ നിങ്ങളുടെ റഡാറിൽ സൂക്ഷിക്കുക. ഈ വീഡിയോ ഇൻഫർമേഷൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ദയവായി ആലോചിക്കുക.